ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട? നമ്മളാ ഇട്ടില്ല, ഈ വീഡിയോ വരുമ്പോൾ ഞാൻ അത് ഇടുമല്ല. എൻ്റെ ബുദ്ധി എങ്ങനെ ഉണ്ടാ. നമ്മൾ 2-3 കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പ്ലാനിങ് എന്ന് വെച്ചാൽ ഒരു മാസ് കംബാക്ക് അടിക്കണമെന്നൊക്കെ വിചാരിച്ചു വെച്ചിരുന്നു. പക്ഷെ ഇന്ന് നടക്കൂല. കംബാക്ക് നാളത്തേക്ക് മാറ്റി വെച്ചു. ഓറ പോയി. അപ്പൊ നമ്മള് ആ കംബാക്ക് ഇല്ല, കംബാക്ക് നാളെ ആക്കാന്ന് വിചാരിച്ചു. നാളെ തന്നെ ഒരു കംബാക്ക് ഉണ്ട്. നാളെ ഒരു എൻ്റെ ജീവിതത്തിലെ കുറേ കാലം കൊണ്ട് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം നാളെ ഞാൻ ചെയ്യാൻ കാരണങ്ങളാൽ അത് ഇന്ന് ചെയ്യേണ്ടിയിരുന്നതാണ്. പക്ഷെ കുറച്ച് സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അത് മാറ്റി വയ്ക്കേണ്ടി. നാളത്തെ വ്ളോഗിൽ നിങ്ങൾ കണ്ടോ, അത് ഒരു ചെറിയൊരു സാധനം. അത് എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എൻ്റെ കുറേ കാലത്ത് ആഗ്രഹമാണ്ടേ അതൊക്കെ. അത് ഞാൻ നാളെ നടത്തും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ SD, ഞാൻ ഇവന് ബർത്ത്ഡേക്ക് ഒരു SD വാങ്ങിക്കൊടുത്ത്. അത് സർവീസിന് കയറ്റിയിരിക്കുകയായിരുന്നു. അതിൻ്റെ ബാറ്ററിക്ക് ഒരു ചെറിയ കംപ്ലൈൻ്റ് ആയി. ഇല്ലടാവേ, ബാറ്ററി പോയി ഗൈസ്. അങ്ങനെ വാറണ്ടി ഇതിപ്പോൾ ഇത്ര നേരം കേട്ടോണ്ടിരുന്നത് നോയിസ് ക്യാൻസലേഷൻ ചെയ്യാത്ത ഓഡിയോ ആണ്. ഈ പച്ച കളർ കത്തിയ നോയിസ് ക്യാൻസലേഷൻ ആയെന്നാണ് അർത്ഥം. നോയിസ് ക്യാൻസൽ ആയോ? അതെങ്ങനെ അറിയാൻ പറ്റും? മൈക്ക് ഓഫ് ചെയ്തിട്ട് മറ്റേ മൈക്ക് എടുത്ത് കണക്ട് ചെയ്യണം. ദാറ്റ്സ് ബെറ്റർ. വലിയ മൈക്കാ മൈക്ക് ഓഫ് ആക്കി. സ്വാതിലക്ഷ്മി, നിന്നെ ഇപ്പൊ കണ്ടാലേ മറ്റേ നമ്മളെ ബ്ലാസ്റ്റ് സിനിമ നടിയെ പോലെ ഇരിക്കുന്നു. വ്ളോഗ് കണ്ടിട്ട് എന്താണ് അഭിപ്രായം തോന്നിയത്? കൊള്ളാം, പക്ഷെ തമ്പനയിൽ കൊണ്ടിട്ട് നശിപ്പിക്കും. എന്താണ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഉള്ള ഒരു ഇത് പറയുന്നത്? നമ്മളെ വ്ളോഗല്ല ഈ വണ്ടിക്കകത്ത് നിന്ന് പോകുന്നുണ്ടോ എന്ന് എനിക്കുണ്ടാവും. അപ്പൊ നമുക്ക് ഈ ബാക്കി കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് പറയാം. ഓക്കെ, ബൈ. അങ്ങനെ നമ്മൾ SD-യുടെ സർവീസ് എത്തിയിട്ടുണ്ട്. പക്ഷേ സർവീസ് സെന്റർ അങ്ങനെയെങ്കിലും നമ്മൾ കാറിൽ നിന്നൊന്നും ഇറങ്ങിയല്ല അല്ലേ? വൈറൽ കുർത്തി നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടായിരിക്കും. എല്ലാരും ഇട്ട് ചവറാക്കിയ സാധനമാണ്. ഗ്രീൻ കളർ എനിക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ വാങ്ങിച്ചത്. അണ്ടർ എനിക്ക് ഒന്ന് 400 or 500 എന്തേ ഉള്ളൂ. ലിങ്ക് വേണമെന്നുള്ളവർക്ക് നമ്മൾ താഴെ കൊടുത്തിരിക്കുക. അതിൽ നിന്ന് വാങ്ങിച്ചോ. അല്ലടി, തരൂല. എന്റെ ചാനലിൽ വരണം. അപ്പൊ ഇനി ഇവന്മാരെ ഇവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് പഴവും അത് ആരെങ്കിലും കഴിച്ചിട്ട് കൊണ്ടൊന്ന് കളഞ്ഞായിരിക്കും. ഇവിടെ നിങ്ങളങ്ങ് വണ്ടി എടുത്തോണ്ട് പോകും. ഞാൻ ഇവിടെ കൂടെ അങ്ങോട്ട് പോയിട്ട് വണ്ടി വന്ന് നമ്മുടെ വണ്ടി വന്നല്ലോ. നമ്മൾ മുമ്പ് വാങ്ങിച്ച സ്ഥലം ഇതല്ലായിരുന്നു. അവിടെ നിന്ന് അവർ പൂട്ടിപ്പോയി. അപ്പോൾ പിന്നെ ഇനിയിപ്പം സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വരണം, കഴക്കൂട്ടത്ത് വരണം. അതൊരു പോരായ്മയാണ്, പക്ഷെ കുഴപ്പമില്ല. ഇങ്ങനത്തെ ഒരു SD എടുക്കണമെന്നായിരുന്നു ആഗ്രഹം. ഇങ്ങനത്തെ എന്താ ജാവ, SD അല്ല ജാവ. എനിക്ക് ഇഷ്ടം ഏതാന്ന് വെച്ചാ പഴയ വിന്റേജ് സാധനങ്ങളുണ്ട്. അതൊക്കെ സീനാണ്. പക്ഷെ ഇതെല്ലാം ഇപ്പോഴും ഇവിടെ ഇരിക്കണെല്ലാം കുറച്ച് പുതിയ മോഡലുകൾ. മൈലേജ് ഒന്നും കിട്ടൂല. നമ്മളെ വണ്ടിക്ക് മൈലേജ് കുറവാണ്. ഈ സർവീസും കൂടെ കഴിയുമ്പോൾ എത്ര മൈലേജ് ആകുമെന്ന് അറിഞ്ഞു. പക്ഷെ വണ്ടി ഇരിക്കുന്ന കെട്ട്. രണ്ടാമത്തെ സർവീസാണ് ചെയ്തത്. രണ്ടാമത്തെ സർവീസിൻ്റെ റേറ്റ് വന്നത് 1851 രൂപ. 1851 തലവേദന. നിങ്ങൾ ഒരു കാര്യം, നിങ്ങൾ ഇവിടെ നിന്ന്
ഇതുവഴി കയറി അങ്ങ് വിട്ടോ. ഞാനും ഇവളും കൂടെ ബാക്കി പാക്കിങ് കാര്യങ്ങളും നീ രണ്ടുപേരും കൂടെ അങ്ങോട്ട് വിട്ടോ, നമ്മൾ അങ്ങോട്ട് പോകാം. ഓക്കെ ബൈ ബൈ. ഓക്കെ അപ്പോൾ ഇനി നമ്മൾ കുറച്ച് കാര്യം കൂട്ടത്തടുത്ത് ഇവിടെ എവിടെയെങ്കിലും ഉള്ള നല്ല എങ്കിലും ഫുഡ് സ്പോട്ടിൽ പോകാമെന്നാണ് ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത്. കൊള്ളാം, നല്ല രസമുണ്ട്. ഈ കളറ് എനിക്ക് സ്യൂട്ട് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇന്ന് ഞാൻ റെഡി ആയിട്ട് ഇറങ്ങാൻ നിന്നപ്പോഴാണ് ഈ സാധനം കൊറിയർ ബോയ് കൊണ്ട് തന്നത്. ഉടനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇറങ്ങി പറഞ്ഞോ. പറയുന്നില്ല, നല്ല ചുരിദാറല്ലേ, നല്ല കളറാണ്, ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഇതിന്റെ ബ്രൗൺ ഒക്കെ ഒരുപാട് പേര് വാങ്ങിയിട്ട്, ബ്രൗണും റെഡ് മെറൂൺ ഉണ്ട്, പിന്നെ മെറൂണും യെല്ലോ, ഈ കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. എനിക്ക് പക്ഷെ ബ്ലാസ്റ്റിൽ അവളുടെ ആ ഒരു കോസ്റ്റ്യൂമിന്റെ ആ ഒരു പാറ്റേൺ എനിക്ക് തോന്നി നീ വന്നപ്പോൾ. അതെനിക്ക് തോന്നുന്നു മുടി ഞാൻ ഇങ്ങനെയൊക്കെ കെട്ടിച്ചിട്ട് ഷോളൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പൊ വേണമെങ്കിൽ ഒരു ഫൈറ്റിന്റെ ഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റും തന്നെ ഈ ഒരു ഇതിൽ. അപ്പോ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ, ഇവിടെ ഒരു കോസ്റ്റ്യൂം ഇട്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ കോസ്റ്റ്യൂം ഇട്ട് വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. എനിക്ക് റിപ്പീറ്റേഷൻ വരണത് ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ട് അടുപ്പിച്ചിടണ ഇഷ്ടമല്ല. പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ഇടും. അപ്പൊ നീ പണ്ടിട്ട് അടുത്ത വീഡിയോ എടുക്കാമോ? ഒന്നുമില്ല. എനിക്ക് വെച്ചാലേ അത് നമുക്ക് ഇപ്പം ഇട്ടിറങ്ങുമ്പം നമുക്ക് ഈ ഡ്രസ്സ് ഇന്ന് ഇട്ടാ സെറ്റ് ആവുമെന്ന് നമുക്ക് തോന്നൂല. അങ്ങനെ നോക്കുമ്പോ ഇടാൻ ഡ്രസ്സൊന്നും ഇല്ലാന്ന് തോന്നും. തോന്നണല്ല, ഇല്ല. ഇന്നിടാൻ ഒന്നും ഇല്ലായിരുന്നു. അവസാനം അമ്മേരെ ഒരു ഷോർട്ട് കുർത്തി തരാന്ന് പറഞ്ഞു. അതെനിക്ക് അതിനെനിക്ക് വലിയ താല്പര്യമില്ല എന്നുള്ളൊരു മട്ടിൽ ഞാൻ ഇങ്ങനെ നിൽക്കായിരുന്നു. അമ്മ കഷ്ടപ്പെട്ട് ആ ഷോർട്ട് കുർത്തി സൈഡൊക്കെ അടിച്ചു തന്ന് ഞാൻ ഇടണോ വേണ്ടേ എന്നുള്ളൊരു മൈൻഡിൽ നിന്നപ്പോൾ കുളിച്ചിറങ്ങിയപ്പോൾ അതാ കൊറിയർ പോയി കൊണ്ട് തന്നു എൻ്റെ ഡ്രസ്സ്. കുറച്ച് നാളായി ഓർഡർ ചെയ്തിട്ട്. ഇപ്പം എന്തോ ഫ്ലിപ്കാർട്ടിൽ എന്തോ സെയിലൊക്കെ നടക്കണുണ്ട് 15th വരെ. അപ്പോൾ കുറച്ചുകൂടെ റേറ്റ് കുറവിൽ കിട്ടുമായിരിക്കും. ചെക്ക് ചെയ്ത് നോക്കൂ. അടാ ഡോർ ആരെങ്കിലും നടക്കൂ. ഒരു കൂട്ടുകാരി ഒന്നിച്ച് നമ്മൾക്ക് പോകാം. നമ്മളിങ്ങനെ റോഡിൽ കൂടെ അങ്ങനെ വ്ളോഗ് എടുത്തൊന്ന് നടക്കുന്ന ആൾക്കാരേ അല്ലായിരുന്നല്ലേ. ഓസ്മോ നല്ല ബെറ്ററാണ് കേട്ടോ. ഭയങ്കര നമുക്ക് പോകേണ്ട സ്ഥലം നമ്മൾ കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മൾ ഫ്രൂട്ട്സ് മാത്രം വരുന്നതാണ്. റൈസ് പുഡിങ്ങും അത് മാത്രം. എന്താ നോക്കുന്നത്? ചിലപ്പോൾ അത് വാങ്ങും. വാങ്ങിച്ചോ, ഇഷ്ടമുള്ളത് വാങ്ങിച്ചോ. ഇതിനകത്ത് ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിനകത്ത് ഭയങ്കര തിരക്കും ബഹളവും ഒക്കെ. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് കാറിൽ പോയി കഴിക്കാം അല്ലേ. പിന്നെ എന്തിന്റെ കേടാന്ന് വെച്ചോ. സത്യം പറഞ്ഞാൽ ഇവിടെ അടുത്ത് ഇന്നലെ കലിപ്പ് അൽമാസിയും കൂടെ വാങ്ങാം. വാങ്ങിച്ചോ. അലമാരയാ, കട്ടില, ക്യാഷ്, എന്ത് വേണമെന്ന് വെച്ചാൽ വാങ്ങിച്ചോ. വാങ്ങിച്ചോ, ഓർഡർ കൊടുക്കി, പൈസ കൊടുക്കി. ഇല്ലെങ്കിൽ അത് സമയം വീണ്ടും 38 39 ആവും. ഓക്കെ എന്ന് പറഞ്ഞോണ്ടിരിക്കാതെ പോവാം. വാങ്ങിച്ചു. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ കഴിക്കണമെന്ന് തോന്നിയുകൊണ്ട് വേറെ ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി അതും കൂടെ വരട്ടെ, എന്നിട്ട് നമുക്ക് കാറിൽ പോയിരുന്ന് കഴിക്കാം. ഞാൻ പറഞ്ഞാൽ കഴിക്കാം. അപ്പം നമുക്ക് ആദ്യം എടുത്തിങ്ങനെ വയ്ക്കും. ഇതാണ് സാധനം. റിബൺ മുറിച്ച് ഞാൻ എനിക്ക് ഷോർട്ട് ബ്ലോഗും കൂടെ എടുക്കണേ. എല്ലാം കൂടെ എങ്ങനെ എടുക്കും? റിബൺ കൊള്ളാടെ. എന്തെങ്കിലും DIY ഒക്കെ യൂസ് ചെയ്യാം. ഓർഡർ ചെയ്ത് എന്തായാലും നന്നായല്ലേ. അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പുതിയൊരു സാധനം കൂടെ ഓർഡർ ചെയ്തു. ഇതുവരെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെയാണ്. ഇപ്പം
പൈസ കൊടുത്ത് വായിച്ചത് അതെ ഈ മ്യൂസിക് ഒക്കെ കോപ്പറേറ്റ് വരൂല്ലേ വന്നാ തിരികെ ഭയങ്കര കോപ്പി ടീച്ചറൊക്കെ എനിക്ക് അത് തുറന്ന വീഡിയോ കിട്ടി കൈ തറയിട്ട് ഇടിച്ച് കാര്യത്തിൽ അത് ആ ടിഷ്യൂ പേപ്പർ എടുത്ത് പെട്ടെന്ന് തുറ എന്റെ കൂടി ബിൽഡായി ഇത് വലിഞ്ഞു പോണത് അത് തുടച്ചാണോ അല്ല അല്ല ബോധമില്ലേ അല്ല ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കില്ല പൂച്ച മീനിനെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഇത് അടിയിൽ അടിച്ചെടുത്തോണ്ടേനും ഇങ്ങനെ ഒരു മണ്ടി എന്തിനാ നിനക്കത് പണി എന്തെങ്കിലും DIY ചെയ്യാനൊക്കെ യൂസ്ഫുൾ ആവും അതവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ റിബൺ വേണമെന്ന് ഒന്നുകൂടെ പറ അത് അങ്ങനെ നമ്മൾ സൈനിലെ ബാരിൽ നിന്ന് ഇറങ്ങി തലയ്ക്ക് പിടിച്ചു ഇനി കുറച്ച് വെള്ളം എവിടെ നിന്നെങ്കിലും കുടിക്കണം ഇല്ലെങ്കിൽ ബോധം പോവലടി നീ വേണമെങ്കിൽ റെസ്റ്റ് എടുത്തോ ഞാൻ വണ്ടി ഓടിക്കാം അയ്യോ അത്രയും റെസ്റ്റ് ഞാൻ എടുത്താ വീട്ടിൽ പോണ്ടേ നമുക്ക് വേണ്ട സ്വാതി അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കും അല്ലേടി ഗൈസ് അപ്പൊ ഇനി അടുത്ത് നമുക്ക് ഇന്നത്തെ ദിവസം അവസാനിച്ചിരിക്കുന്നു അല്ലേ ബൈ പറ ബൈ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ബൈ